ഹലോ, ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം ഡിസംബർ 10, 2024, അതായത് എൻ്റെ ബർത്ത്ഡേ. അപ്പം ഇന്നൊരു ബർത്ത്ഡേ സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ സ്പെഷ്യൽ ഒന്നും ഇല്ലെങ്കിലും ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ. അപ്പോൾ രാവിലെ ഒരു 8:30 9 മണിയൊക്കെ ആയി എണീറ്റപ്പോൾ ഞാൻ വീട്ടിലുള്ള ദിവസം ലേറ്റായിട്ട് എണീക്കുക. എന്നിട്ട് ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷായി വന്ന് നമ്മുടെ റൂമിലുള്ള ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു കേട്ടോ. പിന്നെ നേരെ ബെഡിലേക്ക് പോയി ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചു. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പുറത്തേക്കാട്ടോ. ജസ്റ്റ് പുറത്ത് പോയി ഒന്ന് ഫ്രഷ് എയറൊക്കെ കൊള്ളാൻ വേണ്ടി പോയതാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഡിസംബർ കൂടെ ആയതുകൊണ്ട് ചുറ്റിലും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നല്ല തണുപ്പാട്ടോ എപ്പോഴും. ഉച്ച സമയമാണെങ്കിലും ആ ഒരു തണുപ്പ് കാണും. പിന്നെ അടുത്തത് ഈ ഒരു VIP ഞാൻ ഒന്ന് കൂട് തുറന്ന് വിട്ടിട്ടുണ്ട്. ആളുടെ പേര് ജാക്ക് എന്നാട്ടോ. ജാക്ക് എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ മേടിച്ച ടൈമിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ആൾ ഗേളായിരുന്നു. അപ്പം ആളുടെ പേര് റോസും ഈ ആൾക്ക് നമ്മൾ ജാക്കെന്നും പേരിട്ടു. പക്ഷേ റോസ് കുറച്ച് നാൾ മുമ്പേ മരിച്ചു പോയി കേട്ടോ. അപ്പം നമ്മുടെ കൂടെ ഇവൻ കൂടിയിട്ട് ഇപ്പോൾ 2.5 3 വർഷത്തോളമായി. ആൾ ഭയങ്കര ഇണക്കമാണ് കേട്ടോ. നമ്മൾ ഫുൾ ടൈം കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയും ഇഷ്ടം. ഒരു ദിവസം ഫുഡ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളാളെ ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നാൽ മതി. എപ്പോഴും നമ്മുടെ കൂടെ കളിക്കാനാണ് ഇഷ്ടം. കുഞ്ഞി പിള്ളേരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. വലിയൊരുക്കാലം ഇഷ്ടം ആൾക്ക് കുഞ്ഞി പിള്ളേരോട്. അപ്പോൾ രാവിലെ ഇവനുമായിട്ട് കുറച്ച് നേരമൊക്കെ കളിച്ചിരിക്കുകയാണെങ്കിൽ ഒരു ഹാപ്പിനെസ് ആട്ടോ. അപ്പം കുറച്ച് നേരം ഞാൻ ഇവനുമായിട്ടൊക്കെ ഒന്ന് കളിച്ചിരുന്നു. പിന്നെ ഇവൻ മാത്രമല്ല കേട്ടോ, ഇവിടെ വേറെ 3 4 VIP ഉണ്ട്. പിന്നെ ആളുടെ മെയിൻ പരിപാടി ഈ ഒരു മാറ്റേ വന്നിട്ട് അത് പുല്ലാന്നും പറഞ്ഞുകൊണ്ട് അതിലിങ്ങനെ പിച്ചിക്കൊണ്ടിരിക്കലാണ് മെയിൻ പരിപാടി. 1 2 പുല്ലൊക്കെ രാവിലെ പറിച്ചെടുത്തു കേട്ടോ അതിനകത്തുനിന്ന്. പിന്നെ നേരെ പോയത് അടുക്കളയിലേക്കാണ്. അമ്മ അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടി ഉപ്പുമാവ് ഉണ്ടാക്കുമായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ VIP നമ്പർ 2. വെറും VIP അല്ല, VVIP കേട്ടോ ഇവിടുത്തെ. ആ നോട്ടം കണ്ടറിയാം. രാവിലെ ക്യാമറയും തൂക്കി നിൽക്കാണ്ട് എനിക്കെന്തെങ്കിലും കഴിക്കാൻ താടിയെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ അമ്മ ശല്യം സഹിക്ക് വയ്യാണ്ട് കുറച്ച് പാല കൊടുത്തു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് വന്ന് എൻ്റെ മടിയിൽ കയറി ഇന്ന് ക്ലീനിങ് ആട്ടോ. രാവിലെ ഈ ക്ലീനിങ് പതിവുള്ളതാണ്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിച്ചിട്ട് നേരെ പോയത് റൂമിലേക്കാട്ടോ. റൂമിൽ ഇതാ കുറേ പേപ്പേഴ്സ് ഞാൻ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെട്ടി വെച്ചിരുന്ന അതൊക്കെ ഞാൻ ഒന്ന് ഈ ഒരു ബാസ്ക്കറ്റിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് കൊണ്ട് കളയാൻ പോകണം. അങ്ങനെ കളയാൻ പോയ ടൈമിലാണ് ഇതാ VIP നമ്പർ 3 കണ്ടത്. ഇത് അത്ര വലിയ അഹങ്കാരമൊന്നും ഇല്ലെങ്കിലും കലിപ്പനാട്ടോ. ഫുൾ ടൈം ട്രിപ്പ് മൂഡാണ്. നമ്മുടെ വീട്ടിൽ 4 നേരം കറക്റ്റ് അലാറം വെച്ച് ഫുഡ് കഴിക്കാൻ വരും. ഫുഡ് കഴിച്ച് അപ്പോൾ ആൾ പൊക്കോളൂ കേട്ടോ. പിന്നെ ഇടയ്ക്ക് കലിപ്പനാണെങ്കിലും നമ്മളൊന്ന് തൊട്ട് തലോടിയാൽ ആലങ്ങ അലിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഇപ്പം നോക്കുകയാണ്, ഇത് ഇന്നലെ വരെ പോയപ്പോൾ ഈ ട്രീ ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ ഇത് എവിടെ നിന്ന് വന്നടി എന്നാണ് ആ നോക്കുന്നതിൻ്റെ അർത്ഥം. പിന്നെ ഞാൻ നേരത്തെ ഏതൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഒരു ബേക്കറാണ്. അപ്പോൾ നമ്മളിവിടെ അടുത്ത് ഫ്രണ്ട്സും ഫാമിലിയും അങ്ങനെ ഓർഡറൊക്കെ കിട്ടുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. കേക്ക്, കപ്പ് കേക്ക്, അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്ലം കേക്ക്സിൻ്റെ ഓർഡറൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇന്ന് 2 എണ്ണം നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അമ്മ ഒന്ന് ഉണ്ടാക്കി വെച്ച് എന്നോട് പാക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഈ പാക്ക് ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാട്ടോ. കാരണം നമ്മൾ ലാസ്റ്റ് ആ പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ച് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത്ര ഇഷ്ടമല്ല, മടിയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ബർത്ത്ഡേ കേക്ക് ഉള്ളതും കൂടെ സെറ്റാക്കാൻ വേണ്ടി. ഡിസൈൻ ഞാൻ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ബേക്ക് ചെയ്യാൻ എനിക്ക് മടിയാട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒന്ന് ഒട്ടിച്ച് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ എൻ്റെ കേക്കിനുള്ള ബാറ്റർ ശരിയാക്കണമെന്ന്, അപ്പോൾ അത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ ഫ്ലേവർ എന്താണെന്ന് വെച്ചാൽ ബദാം ഹണി കേക്കാട്ടോ. പിന്നെ ഞാൻ വന്നത് ഇതാ നമുക്ക് കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ക്രിസ്മസ് റിലേറ്റഡ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഗ്ലിറ്റർ പേപ്പറൊക്കെ തീർന്നു പോയതുകൊണ്ട് ഞാൻ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി നോർമൽ പേപ്പറിൽ ഗ്ലൂ തേച്ചിട്ട് കുറച്ച് ഗ്ലിറ്റേഴ്സൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ ഒരു ഗ്ലിറ്റർ സ്റ്റാറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഇടാൻ വേണ്ടി ഉണ്ടാക്കുന്ന കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഒരു കാര്യം ഓർമ്മ വന്നത്, കപ്പ് കേക്ക് ഉണ്ടാക്കിയില്ലല്ലോ എന്ന്. ഞാൻ കേക്കിൻ്റെ കൂടെ കപ്പ് കേക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ശരിക്കും മറന്നു പോയിട്ടോ. അപ്പോൾ പിന്നെ ഓടി വന്ന് അത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാമെന്ന് വാശി പിടിച്ചെങ്കിലും അമ്മയ്ക്കറിയായിരുന്നു ഞാൻ ഉണ്ടാക്കി അത് കുളമാവുന്നു. അതുകൊണ്ട് അമ്മ എൻ്റെ ബാറ്ററിൽ ഉണ്ടാക്കി തന്നു. ഇനി എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ കപ്പിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് ഒന്ന് ബേക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബേക്ക് ചെയ്യാനും അല്ലെങ്കിൽ എൻ്റെ ബാറ്ററിൽ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയാണ്. കാരണം കറക്റ്റ് മെഷർമെൻറ്റൊക്കെ എടുത്ത് നോക്കി കണ്ടൊക്കെ ഉണ്ടാക്കണം. എനിക്കിഷ്ടം ഡിസൈൻ ചെയ്യാൻ കേട്ടോ. കാരണം ബേക്ക് ചെയ്താലും ഫൈനൽ ലുക്ക് വരുന്ന ഡിസൈനിലാണല്ലോ. അപ്പോൾ ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മളിവിടെ 4 കപ്പ് കേക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. ആകെ ഇവിടെ 4 പേരേ ഉള്ളൂ. ഉള്ളവരാണെങ്കിൽ മധുരം കഴിക്കുന്നവർ കുറവാണ്. അപ്പോൾ നമ്മളങ്ങനെ കപ്പ് കേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഓവനിലേക്ക് വെക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോവുക. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. അപ്പം പറഞ്ഞു അത് ബേക്കാവുന്ന ടൈം കൊണ്ട് നീ നിൻ്റെ കേക്ക് ഡിസൈൻ ചെയ്തോളാം. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനെ ഞാൻ ഗൂഗിൾ നോക്കി കണ്ടുപിടിച്ചു.
ശരിക്കും പറഞ്ഞാൽ 2 സ്ട്രോബെറിയും ഒരു തണ്ടും പിന്നെ ഒരു കുഞ്ഞി തണ്ടുമൊക്കെയാണ് ഞാൻ കണ്ട ഡിസൈനിൽ. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ കേക്കിലേക്ക് വരച്ച് വന്നപ്പം എന്തോ പോലെ തോന്നി. അമ്മ പറഞ്ഞു സ്ട്രോബെറി ആയിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധമില്ലാത്തൊരു ഡിസൈനാണ്. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഉള്ളത് കൊണ്ട് ഈ ബർത്ത്ഡേ. എനിക്ക് ശരിക്കും വേറെ ഡിസൈൻ വരയ്ക്കാൻ മടിയാണ്. മടി മാത്രമല്ല, എനിക്ക് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഇഷ്ടം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അങ്ങനെ കേക്കൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റി കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ കപ്പ് കേക്കൊക്കെ ഒന്ന് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ഏരിയയിൽ പണി കഴിയുമല്ലോ. എന്നിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കപ്പ് കേക്കിനെല്ലാം നടുക്ക് ഒരു കുഴി കുത്തിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ്. ചോക്ലേറ്റ് എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. പിന്നെ മിൽക്ക് ചോക്ലേറ്റ് ആകുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലൂടെ ഉണ്ട്. അപ്പോൾ അത് നടുവിലേക്ക് നമ്മളൊന്ന് ഫില്ല് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ടോപ്പ് നമ്മൾ ആ എടുത്ത് ബേസ് കൊണ്ട് തന്നെ ഒന്ന് എന്താ പറയുക ഹൈഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ 4 കപ്പ് കേക്ക് ഒന്ന് ചോക്ലേറ്റ് വെച്ച് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് അതിൻ്റെ പുറത്ത് നമ്മൾ ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമിനകത്തിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ച് അതൊന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും സന്ധ്യ ആയിട്ടോ ഒരു 6:30 6:45 ആയിട്ടുണ്ടാവും. നല്ലപോലെ ഇരുട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ ഒരു സിറ്റ് ഔട്ടിൽ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ LED ഒന്ന് ഓണാക്കാൻ പോയതാണ്. ഓണാക്കി, പക്ഷേ കത്തിയില്ല. ലൂസ് കോണ്ടാക്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ഒരുവിധം സെറ്റാക്കി കത്തിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ക്രിസ്മസ് ട്രീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു റീത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓൾറെഡി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ റീത്ത് ഇവിടെ സെൻട്രലായിട്ടൊന്ന് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ പുൽക്കൂട്. ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് എടുത്ത് വെച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ ക്രിസ്മസിന് 2 ദിവസം മുന്നേ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ചായ കുടിക്കാൻ വേണ്ടി ഞാൻ ചായയായിട്ട് ഇവിടെ സിറ്റ് ഔട്ട് വന്നിരുന്ന് ആ ക്രിസ്മസ് ട്രീ ഒക്കെ നോക്കിയിരുന്ന് കുറച്ച് നേരം ചായ കുടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാണുന്ന ബെഡിൽ ഐറ്റംസ്. ഏതായാലും ഞാൻ അടുക്കി പെറുക്കാനൊന്നും പോകുന്നില്ല. അടുക്കി വെച്ചാലും ഞാനത് നാളെ അതേപടി തിരിച്ചു വെക്കും കേട്ടോ. അതുകൊണ്ട് അതൊക്കെ എടുത്ത ടേബിളിലേക്കൊന്ന് മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെ കുളിക്കാനായിട്ട് പോയി. ഇനി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമായി. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് വീട്ടിലെല്ലാവർക്കും നമ്മൾ കൊടുത്തു. എന്നിട്ട് പിന്നെ നൈറ്റ് നമ്മൾ ഫുഡ് കഴിച്ചായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.